ചിതറിക്കിടക്കുന്ന ഫോണിലേക്കും സുമംഗലയുടെ മുഖത്തേക്കും അനുറാണി മാറി മാറി നോക്കി. അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലേ? അവൾ ഒരു വശത്തേക്ക് ചുണ്ടുകൾ കോട്ടി. അനു, ശാസനാസുരത്തിൽ പ്രവീണ അനിയത്തിയെ വിളിച്ചു. നീ എന്താടി കണ്ട തെണ്ടി പരീക്ഷകളുടെയൊക്കെ മുൻപിൽ വെച്ച് അമ്മയോട് തട്ടിക്കയറി ആള് കളിക്കാൻ നോക്കുന്നോ? മിണ്ടാതിരുന്നോണം മോളെ. പ്രവീണയ്ക്ക് ദേഷ്യം വന്നു. ചേച്ചി മിണ്ടരുത്, നാണമില്ലല്ലോ ചേച്ചിക്ക് എന്നെ ശാസിക്കാൻ. സന്ദീപേട്ടൻ ഈ തോന്നിവാസം കാണിച്ചപ്പോൾ കണ്ടുകൊണ്ട് നിന്നതല്ലാതെ ചേച്ചിയോ അമ്മയോ ഒറ്റ അക്ഷരം പറഞ്ഞോ? എന്നിട്ട് എന്നോട് തട്ടിക്കയറുന്നോ? അമ്മ കണ്ടല്ലോ അമ്മയുടെ ഇളയ മോളുടെ അഹങ്കാരം. നമ്മൾ 3 പേരിവിടെ നിന്നിട്ടും അവൾക്ക് കൂറ് ആ നിൽക്കുന്ന വന്നു കയറിയവളോടാ. നമ്മളൊക്കെ അവളുടെ മുമ്പിൽ ആരായമ്മേ? ചേച്ചി വെറുതെ അമ്മയെ ചൂട് പിടിപ്പിക്കല്ലേ. ഞാൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്ദീപേട്ടൻ നവമി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ഭിത്തിയിലെറിഞ്ഞ് പൊട്ടിക്കുന്നത് കണ്ടിട്ടും അമ്മ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ടാ. അമ്മയ്ക്ക് പറയാമായിരുന്നല്ലോ സന്ദീപേട്ടനോട് ആ ഫോൺ തിരികെ അവളുടെ കയ്യിൽ കൊടുത്തേരടാ എന്ന്. അമ്മ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സന്ദീപേട്ടൻ ആ ഫോൺ നശിപ്പിച്ച് കളയുമായിരുന്നോ? എത്ര രൂപ വിലയുള്ള ഫോണാ അത്? അത് മാത്രമാണോ? നവമി ചേച്ചിക്ക് ഇനി കൊല്ലത്തോട്ട് വിളിക്കണമെങ്കിലോ അവിടെയുള്ള ആർക്കെങ്കിലും നവമി ചേച്ചിയെ ഇങ്ങോട്ട് വിളിക്കണമെങ്കിലോ ഇനി എന്ത് ചെയ്യും? അനുറാണിക്ക് ആ ചിതറിക്കിടക്കുന്ന ഫോണിലേക്ക് നോക്കവേ സങ്കടം വന്നു. ഇവൾക്ക് ആരിയ്ക്കുന്നടി കൊല്ലത്ത്? അവിടുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞതുകൊണ്ടല്ലേ ഇവളെ എൻ്റെ സമാധാനം കളയാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവൾക്ക് കൊല്ലത്തുള്ളവരെ കണ്ട് കൊതി തീർന്നില്ലെങ്കിൽ എന്തിനാ ഫോണിൽ വിളിക്കുന്നത്? നേരിട്ട് പൊക്കണോ അങ്ങോട്ട്? സുമംഗല പേടിച്ചു വിറച്ചു നിൽക്കുന്ന നവമിയെ ദേഷ്യത്തോടെ ആപാത ചൂടം നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ഇവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടട്ടെ? നമ്മുടെ ആരുടെയും സമ്മതമില്ലാതെ ഇവിടെ കയറി വന്ന് വാസമുറപ്പിച്ച ഇവളെ ഇനി ഒറ്റ നിമിഷം പോലും ഈ വീട്ടിൽ വച്ച് പൊറപ്പിക്കരുത്. സന്ദീപ് കൈകൾ കൂട്ടി തിരുമ്മി. അവന്റെ നിൽപ്പ് കണ്ടാൽ സുമംഗലയുടെ ഒറ്റയാളുടെ സമ്മതം കിട്ടുന്ന മാത്രയിൽ തന്നെ നവമിയെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ താൻ തയ്യാറാണെന്ന മട്ടാണ്. അതിനുള്ള ധൈര്യം സന്ദീപേട്ടനുണ്ടോ? എങ്കിൽ ഒന്ന് കാണട്ടെ. അച്ഛൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരാളെ അച്ഛൻ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി സന്ദീപേട്ടൻ അടിച്ച് പുറത്താക്കി കളയുമോ? ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്ക് സന്ദീപേട്ട. അനുറാണി അവന്റെ മുമ്പിലേക്ക് വെല്ലുവിളിക്കും മട്ടിൽ കയറി നിന്നു. എടീ, സന്ദീപ് അവളെ തല്ലാനായി കയ്യോങ്ങിയതും സുമംഗല അവനെ തടഞ്ഞു. വേണ്ട മോനെ, എവിടെയോ കിടന്ന ഇവൾക്ക് വേണ്ടി നീ അനുവിനെ തല്ലണ്ട. ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടവൻ നീയല്ല. ആരാണോ ഇവളെ നമ്മുടെ സമ്മതമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത് അയാൾ തന്നെ വേണം ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ. അച്ഛൻ അതിന് വഴങ്ങിയില്ലെങ്കിലോ അമ്മേ? സന്ദീപ് തിരിഞ്ഞ് സുമംഗലയെ നോക്കി. നമ്മൾ പറയുന്നതനുസരിക്കാൻ വിജയേട്ടൻ തയ്യാറായില്ലെങ്കിൽ അതിന് വേണ്ടവർ വേറെയുണ്ട്. പറയേണ്ടവർ പറയേണ്ടുന്ന രീതിക്ക് പറയുമ്പോൾ വിജയേട്ടൻ താനെ സമ്മതിച്ചോളും. വാ, നമുക്ക് പോകാം. ഇന്നത്തെ രാത്രി പുലർന്ന് വെളുക്കുമ്പോൾ ഇവളിവിടെ ഉണ്ടാകാതിരുന്നാൽ പോരെ? അത് ഞാനേറ്റു മക്കളെ. സുമംഗല സന്ദീപിനെയും പ്രവീണയെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോന്നു. അനുറാണി മെല്ലെ നടന്ന് നവമിയുടെ മുന്നിലേക്ക് ചെന്നു. അവൾ മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു. അനു വലത് കൈ നീട്ടി അവളുടെ മുഖം പിടിച്ചുയർത്തി. നവമിയുടെ കണ്ണിൽ നിന്ന് തുരുതുരാ കണ്ണുനീർ തുള്ളികൾ അടർന്ന് നിലത്തേക്ക് വീണു. അയ്യേ, കരയാണോ ചേച്ചി? അതിനവർ ചേച്ചി ഒന്നും ചെയ്തില്ലല്ലോ. അതിനു മുമ്പേ ഞാനവരെ പറപ്പിച്ചില്ലേ ഇവിടുന്ന്? അവൾ തന്നെ നവമിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു കൊടുത്തു. ആ ഫോൺ സന്ദീപേട്ടൻ തട്ടിപ്പറിക്കാൻ വന്നപ്പോൾ ചേച്ചിക്കത് പിന്നിലേക്ക് മാറ്റിപ്പിടിക്കാൻ വയ്യായിരുന്നോ? അതിനു പകരം ഒന്ന് പ്രതിഷേധിക്കുക പോലും ചെയ്യാതെ ഫോൺ അങ്ങ് സന്ദീപേട്ടന് വിട്ടുകൊടുത്തു അല്ലേ? ഞാൻ കരുതിയില്ല മോളെ അത് നശിപ്പിച്ച് കളയുമെന്ന്. അവരെല്ലാവരും റൂമിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ രത്നമ്മ ടീച്ചറുമായി ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് ആരാണെന്ന് അന്വേഷിച്ചില്ലേ? ചിലപ്പോൾ ഞാൻ ആരോടാണ് സംസാരിച്ചതെന്ന് അറിയാൻ കോൾ ലിസ്റ്റ് നോക്കാനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അല്ലാതെ. നവമി കൈയുയർത്തി കവളിലൂടെ ഒഴുകിയ മെഴുനീർ തുടച്ചു. സാരമില്ല, ഞാനിതെല്ലാം ഒന്ന് വാരിയെടുത്ത് വയ്ക്കട്ടെ. അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാം. അച്ഛൻ്റെ മകൾക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ സമ്മാനം അച്ഛനും ഒന്ന് കാണട്ടെ. അനുറാണി ചിതറിക്കിടന്ന ഫോണിൻ്റെ പാർട്സുകളെല്ലാം വാരിക്കൂട്ടി ഒരു പേപ്പറിൽ വെച്ചു. അതിനുശേഷം ഫോണിലിട്ടിരുന്ന സിം കാർഡും മെമ്മറി കാർഡും എടുത്ത് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു. അതങ്ങ് കളഞ്ഞേക്കാം. വെറുതെ അച്ഛനോട് പറയാനൊന്നും നിൽക്കണ്ട. അച്ഛൻ അറിഞ്ഞാൽ അനുവിൻ്റെ ഏട്ടനെ വഴക്ക് പറഞ്ഞാലോ? അത് പിന്നെ അനുവിൻ്റെ ഏട്ടന് എന്നോട് കൂടുതൽ ദേഷ്യം തോന്നാൻ ഇടയാക്കില്ലേ? നവമി താൻ ഇത്രയും കാലം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോണിൽ തൊട്ട് തലോടി നോക്കി. ആരും അറിയാതെ ഇതുകൊണ്ടുപോയി കളഞ്ഞാൽ ചേച്ചിക്ക് വേറെ ഫോൺ വേണ്ടേ? ആരെങ്കിലും വിളിക്കാനോ ആർക്കെങ്കിലും ചേച്ചിയെ വിളിക്കാനോ അപ്പോൾ എന്തു ചെയ്യും? എന്നെ ആര് വിളിക്കാൻ? ആകെയുള്ളത് കൊല്ലത്തെ അച്ഛനായിരുന്നു. അച്ഛൻ പോയില്ലേ? പിന്നെയുള്ളത് രത്നമ്മ ടീച്ചറാ. ടീച്ചർ ഇനി അടുത്തൊന്നും ചെന്നൈയിൽ നിന്ന് വരാൻ പോകുന്നില്ല. പിന്നെ അജയേട്ടൻ എന്നെ ഓർക്കുമോ എന്ന് പോലും സംശയ. ആരാ അജയേട്ടൻ? അനു അവളെ കുസൃതിയോടെ നോക്കി.
കൊല്ലത്തെ അച്ഛൻ പെങ്ങൾ ശ്രീദേവിക്കുട്ടിയപ്പച്ചിയുടെ മകൻ അജയൻ. ആ കുടുംബത്തിൽ എന്നോട് ഇത്തിരിയെങ്കിലും കരുണ കാണിച്ചിട്ടുള്ളത് അച്ഛൻ കഴിഞ്ഞാൽ അജയേട്ടനാ. അജയേട്ടൻ എന്താ ചേച്ചി ജോലി? ഓട്ടോ ഓടിക്കുക. മുമ്പേ ലൈസൻസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഓട്ടോ ഓടിക്കാൻ പോകാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇതുവരെ ആൾ മഹാ ഉഴപ്പനായിരുന്നു. സീരിയലിലൊക്കെ അഭിനയിക്കണമെന്നായിരുന്നു അജയേട്ടൻ്റെ ആഗ്രഹം. പക്ഷേ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാകും അജയേട്ടൻ എങ്ങും എത്താൻ കഴിഞ്ഞില്ല. ഇല്ലെന്നങ്ങനെ തീർത്ത് പറയാനും പറ്റില്ല. 1-2 ടെലിഫിലിമിലൊക്കെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാനം തൻ്റെ ഫീൽഡ് ഇതല്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടാവും അജയേട്ടൻ ഓട്ടോയുമായി ഇറങ്ങിയത്. നിന്നെ ഞാൻ എന്നും വിളിച്ചോളാം, വിശേഷങ്ങൾ അറിയിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാ എന്നെ വിട്ടത്. പക്ഷേ ഇതുവരെ എന്നെ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. പാവം, തിരക്കായതുകൊണ്ടായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു തവണയൊക്കെ ഒന്ന് വിളിക്കാമായിരുന്നു. നവമി എന്തോ ഓർത്തിരിക്കുന്നത് കണ്ടപ്പോൾ അനു പറഞ്ഞു. അവളുടെ മനസ്സിലൂടെ കൊല്ലത്തെ വീട്ടിലുള്ള ഓരോ മനുഷ്യരുടെയും രൂപങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നവമിക്ക് തോന്നി അതൊക്കെ താൻ പണ്ടെങ്ങോ കണ്ടു മറന്നു പോയ മുഖങ്ങളാണെന്ന്. എന്നോ ഒരിക്കൽ താൻ കൊല്ലത്തെ വീട്ടിൽ താമസിച്ചിരുന്നത് പോലെയാണ് മനസ്സിൽ തോന്നുന്നത്. എത്ര പെട്ടെന്നാണ് എല്ലാം മറവിയിലേക്ക് ആണ്ടുപോകുന്നത്. രാത്രി അനുറാണി വന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ നവമി തനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഞാൻ ചേച്ചിക്കുള്ളത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരട്ടെ, നമുക്ക് 2 പേർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാം, അനു പറഞ്ഞു. വേണ്ട മോളെ, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ. നീ പോയി കഴിച്ചിട്ട് വാ. ചേച്ചി എന്നെ അച്ഛൻ്റെ വായിലിരിക്കുന്നതെല്ലാം കേൾപ്പിക്കും. അച്ഛൻ ചേച്ചി എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് പഠിച്ചോണം എന്ന് വരെ അച്ഛൻ എന്നോട് പറയുന്നത് ചേച്ചിയും കേട്ടതല്ലേ. ഞാൻ ചെന്ന് കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വരട്ടെ ചേച്ചി. അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നവമിക്ക് പിന്നെ എതിർത്ത് പറയാൻ തോന്നിയില്ല. ഞാനിപ്പോൾ വരാവേ. അനു ഇറങ്ങി താഴേക്ക് ചെന്നു. സന്ദീപും പ്രവീണയും ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയെന്ന് ഡൈനിങ് ടേബിൾ കണ്ടപ്പോൾ അനുവിന് തോന്നി. അവൾ 2 പ്ലേറ്റുകൾ എടുത്തു വച്ച് അതിലേക്ക് 3 ചപ്പാത്തികൾ വീതം എടുത്തു വച്ച ശേഷം ഒരു പാത്രത്തിൽ വെജിറ്റബിൾ കുറുമ പകർന്നു വച്ചു. നിനക്കാണോടെ 2 പ്ലേറ്റിൽ ആഹാരം എടുക്കുന്നത്? നിനക്കിത് ഒറ്റ പ്ലേറ്റിൽ എടുക്കാൻ വയ്യേ? പ്രവീണ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ചേച്ചി കഴിച്ചായിരുന്നോ? അനു തിരക്കി. നീ ഇത് 2 പ്ലേറ്റിൽ ആഹാരം എടുക്കുന്നത് ആർക്കാണെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. ഞാൻ കഴിച്ചോ ഇല്ലയോ എന്ന് ഞാൻ പിന്നെ പറയാം. നീ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി താനു. പ്രവീണ അവളുടെ കൈക്ക് പിടിച്ചു. എനിക്കും നവമി ചേച്ചിക്കുമാ. ചേച്ചി കയ്യിൽ വിട്. നിന്റെ നവമി ചേച്ചിക്ക് എന്താടി ഇവിടെ വന്നിരുന്ന ആഹാരം കഴിക്കാൻ അറിയില്ലേ? അതോ നീ അവൾക്ക് മുമ്പിൽ വേലക്കാരി ചമയാൻ തീരുമാനിച്ചോ? അതുമല്ലെങ്കിൽ നിന്റെ നവമി ചേച്ചി ഇവിടേക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങൾ ആരെങ്കിലും അവളെ പിടിച്ച് വിഴുങ്ങോ? ഓ, അപ്പോൾ അതായിരുന്നു ഉദ്ദേശം അല്ലേ? ചേച്ചി കഴിച്ചു കഴിഞ്ഞിട്ടും കയറിപ്പോകാതെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ. എന്നാൽ വ്യക്തമായത് ഇപ്പോഴാ. കഷ്ടമുണ്ട് ചേച്ചി ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്ത് കഷ്ടം? ഇവിടെ വച്ചുണ്ടാക്കി വച്ചിരിക്കുന്നത് ആവശ്യത്തിന് വന്ന് കോരിയിട്ട് തിന്നുന്നതാണോടി കഷ്ടം? അത്രയും പറഞ്ഞിട്ട് പ്രവീണ അവിടെ നിന്ന് അമ്മയെ വിളിച്ചു. സുമംഗല തൻ്റെ റൂമിൽ നിന്നിറങ്ങി പ്രവീണയുടെ അടുത്തേക്ക് വന്നു. ദാ നോക്ക്. പ്രവീണ അമ്മയെ നോക്കി ഡൈനിങ് ടേബിളിന് മീതേക്ക് വിരൽ ചൂണ്ടി. ഇത് കാണിച്ചു തരാനാ ഞാൻ അമ്മയെ വിളിച്ചത്. മുകൾ നിലയിൽ തപസ്സിരിക്കുന്ന രാജകന്യകയ്ക്ക് ആഹാരം മുമ്പിൽ കിട്ടണം പോലും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മയുടെ മോള് ചാടി ഇറങ്ങി വന്ന് മാമുണ്ണാനുള്ളത് എടുത്തുകൊണ്ട് ചെന്ന് കയ്യിൽ പിടിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച ഒന്ന് കണ്ടോളാനാ ഞാൻ അമ്മയെ വിളിച്ചത്. പ്രവീണ പക തീർക്കും മട്ടിൽ പറഞ്ഞു. ആർക്കാനോ ഈ ആഹാരം എടുത്തുകൊണ്ട് പോകുന്നത്? അവൾക്കാണോ? സുമംഗല തിരക്കി. അമ്മേ, ചേച്ചി ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാം മുമ്പിലേക്ക് വന്നിരിക്കാൻ ചേച്ചിക്കൊരു മടി. അതുകൊണ്ടാണ് ഞാൻ. അങ്ങനെ മടിയുള്ളവർ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ നിൽക്കരുത്. അതാ വേണ്ടത്. അവളെന്തോ പിച്ചുമ്പയും പറഞ്ഞെന്ന് കരുതി ഓടി വന്ന് വിളമ്പിയെടുത്ത് മുമ്പിൽ കൊണ്ടുവച്ച് ഉരുട്ടി കൊടുക്കാൻ നാണമില്ലേ അനു നിനക്ക്? നീ കഴിച്ചിട്ട് ചെന്ന് അവളോട് പറയും വേണമെങ്കിൽ ഇറങ്ങി ഇവിടെ വന്ന് എടുത്ത് കഴിക്കാൻ. ഈ വീട്ടിൽ ജീവിക്കുന്ന ആർക്കും മറ്റുള്ളവർ കാണാതെ ഒളിച്ചും പാത്തും ഇരുന്ന് ആഹാരം വിഴുങ്ങുന്ന പാരമ്പര്യമില്ലെന്ന് കൂടി അവളോടൊന്ന് പറഞ്ഞേക്കും. ഇത്രയും പറഞ്ഞ ശേഷം സുമംഗല തൻ്റെ റൂമിലേക്ക് പോന്നു. അമ്മ പറഞ്ഞത് കേട്ടില്ലേടി നീ? നീ കഴിച്ചിട്ട് ചെന്ന് പറ തമ്പുരാട്ടിയോട് ആകാശത്ത് നിന്ന് ഇറങ്ങി നിലത്തേക്ക് വന്ന് കഴിച്ചിട്ട് പോയി. പ്രവീണ പറയുന്നത് കേട്ട് അനുറാണി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. താൻ പറഞ്ഞത് ലെവലേശം അനിയത്തിക്ക് പിടിച്ചിട്ടില്ലെന്ന് പ്രവീണയ്ക്ക് മനസ്സിലായി. താൻ പ്ലേറ്റിൽ എടുത്തു വച്ചിരുന്ന ചപ്പാത്തികൾ മുഴുവൻ അനു തിരികെ ഹോട്ട് പാനിലേക്ക് വെച്ചു. പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നടന്ന് പടവുകൾ കയറി മുകളിലേക്ക് പോയി. വിജയകൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ 10 മണിയോളമായി. അനുറാണി പഠിത്തമൊക്കെ കഴിഞ്ഞ് നവമിയോട് കൊല്ലത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്.
അച്ഛൻ തങ്ങളെ കാണാനായി റൂമിലേക്ക് വരുമെന്ന് അനുവിന് അറിയാമായിരുന്നു. അവളുടെ പ്രതീക്ഷ തെറ്റിയില്ല. അരമണിക്കൂറിനുള്ളിൽ വിജയകൃഷ്ണൻ മക്കളുടെ വിശേഷങ്ങൾ തിരക്കാനായി അവരുടെ അരികിലേക്ക് വന്നു. അവർ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ലെന്നും അതിൻ്റെ കാരണവും അയാൾ അനുറാണിയോട് ചോദിച്ചറിഞ്ഞു. ശരി വാ, നമുക്കെല്ലാവർക്കും ഒത്തിരുന്ന് ആഹാരം കഴിക്കാം, അയാൾ മക്കളോട് പറഞ്ഞു. അച്ഛാ, അങ്ങോട്ട് പോകും മുമ്പ് അച്ഛൻ നവമി ചേച്ചിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണേ. ചേച്ചിയുടെ ഫോൺ ഒന്ന് നിലത്ത് വീണു. അച്ഛനറിയാമെങ്കിൽ അതൊന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണേ അച്ഛാ. അനുറാണി താൻ പേപ്പറിൽ പൊതിഞ്ഞു വച്ചിരുന്ന നിരവധി കഷണങ്ങളായി ചിതറിപ്പോയ ഫോൺ അയാൾക്ക് മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു. ഫോണിൻ്റെ രൂപം പോലുമില്ലാത്ത ആ പാർട്സുകളിലേക്കും അനുവിൻ്റെ മുഖത്തേക്കും അയാൾ മാറി മാറി നോക്കി. നിലത്ത് വീണതല്ലച്ച, സന്ദീപേട്ടൻ കാണിച്ച പണിയാ. ഒരു പ്രകോപനവുമില്ലാതെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. അനു പറയുന്നത് ശരിയാണോ എന്നറിയാൻ വിജയകൃഷ്ണൻ നവമിയുടെ മുഖത്തേക്ക് നോക്കി. മറ്റെങ്ങോം എഴുന്നേറ്റ് ഭിത്തിയിലേക്ക് ചാരി നിൽക്കുകയാണവൾ. വിജയകൃഷ്ണൻ എഴുന്നേറ്റ് നവമിയുടെ മുമ്പിലേക്ക് ചെന്ന് അവളുടെ തോളത്ത് കൈവച്ചു. പോട്ടെ, ക്ഷമിച്ചേക്ക് അവനോട്. അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. നിന്റെ സഹോദരനവൻ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ നിറഞ്ഞ മനസ്സോടെ തലയാട്ടി. എൻ്റെ കൂടപ്പിറപ്പ് എന്തൊക്കെ ദ്രോഹം എന്നോട് ചെയ്താലും ഞാനത് പുറത്തോളാം മച്ച എന്നായിരുന്നു അവൾ ശിരസിളക്കിയതിൻ്റെ അർത്ഥം. രണ്ടുപേരും വിശന്നിരിക്കുകയല്ലേ, അച്ഛൻ്റെ കൂടെ വാ, നമുക്ക് 3 പേർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. അയാൾ മക്കളെയും വിളിച്ചുകൊണ്ടിറങ്ങി ആഹാരം കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് ചെന്നു.